ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവരെ ആശ്വസിപ്പിച്ചും സഹായിച്ചും തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ മോർച്ചറിക്ക് മുന്നിൽ മൊയ്തു ഉണ്ട്. പ്രതിഫലേച്ഛയില്ലാതെയുള്ള ഈ സേവനം തുടങ്ങിയിട്ട് 4 പതിറ്റാണ്ടായി. 7 പുസ്തകങ്ങളിലായി കുറിച്ചിട്ടുണ്ട് മൊയ്തു കണ്ട മരണങ്ങളുടെ കണക്കുകൾ. ഒരു ബോഡി വരുന്നുണ്ട്, പക്ഷേ അത് കണ്ണവത്തുനിന്നാണ് വിളിച്ചത്. നാളെ നടക്കുമെന്ന് പറഞ്ഞ് ഇപ്പോൾ നിങ്ങളിങ്ങോട്ട് വരുമല്ലോ. ഇന്നലെയാണ് അവസാനമായി ട്രെയിൻ അപകടത്തിൽ മരണപ്പെട്ട ഒരു വ്യക്തി തലശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിൽ ബോഡി കൊണ്ടുവന്നു. ഇത് വെറും ഒരു നോട്ട് പുസ്തകമല്ല, താൻ കണ്ട മരണങ്ങളുടെ കണക്കുകളാണ് മൊയ്തു കുറിച്ചിടുന്നത്. തലശ്ശേരി ജനറൽ ഹോസ്പിറ്റലിലെ മോർച്ചറിക്ക് മുന്നിൽ മരിച്ചവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചും സഹായിച്ചും 4 പതിറ്റാണ്ടുകളായി മൊയ്തു തൻ്റെ നിസ്വാർത്ഥ സേവനം തുടരുന്നു. ഒരു ബന്ധവും പറയാനില്ലെങ്കിലും പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ സങ്കടപ്പെടുന്നവരുടെ കൂടെ നിൽക്കാനും മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് വരെയുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാനും മൊയ്തു ഈ ആശുപത്രി വരാന്തയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാടായി. 42 വർഷം ഏകദേശം പൂർത്തിയായി. വളരെ ചെറുപ്പത്തിൽ തന്നെ. അപ്പോൾ ഒരു ട്രെയിൻ അപകടത്തിലാണ് ആദ്യമായി മോർച്ചറിയിൽ കയറുന്നത്. അന്നു മുതൽ തന്നെ ഈ രക്തവും ഇതുമെല്ലാം കണ്ടിട്ട് ആ ചെറുപ്പത്തിൽ തന്നെ പോയി. 20ാമത്തെ വയസ്സിൽ തൂങ്ങി മരിച്ച ആളുടെ മൃതദേഹം താഴെ ഇറക്കാൻ സഹായിച്ചാണ് മൊയ്തുവിൻ്റെ തുടക്കം. ആത്മഹത്യയും അപകടമരണവും നടന്ന സ്ഥലങ്ങളിൽ മൊയ്തു ഉണ്ടാവും. ദിവസങ്ങൾ പഴകിയതും റെയിൽപാളത്തിൽ ചിന്നിച്ചിതറിയതുമായ മൃതദേഹം കണ്ടാലും മൊയ്തുവിനാണ് വിളി വരിക. ഇത്രയും വിഷമിക്കുന്ന ഒരുപാട് ആളുണ്ട് ഇവിടെ വന്നാൽ. അപ്പോൾ ആദ്യം തന്നെ നിൽക്കുമ്പോൾ ഇതാരും വരൂല. ഈ കാര്യത്തിന് പോലീസിൻ്റെതോ മറ്റുള്ളതോ ഭയപ്പാട് കൊണ്ട് ഒരു ഭയപ്പാടുമില്ല. ഇതൊരു സേവനമാണ്. തലശ്ശേരി ജനറൽ ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ നിന്ന് മൊയ്തുവിൻ്റെ യാത്രാമൊഴിയില്ലാതെ ആരും മടങ്ങിപ്പോകാറില്ല. 7 പുസ്തകങ്ങളിലായി കുറിച്ചിട്ടിട്ടുണ്ട് മൊയ്തു കണ്ട മരണങ്ങളുടെ കണക്കുകൾ. അന്ന് തന്നെ ഒരു അഡ്വക്കറ്റാണ് പറഞ്ഞത്. അഡ്വക്കറ്റ് പറഞ്ഞു, മൊയ്തുക്ക ഇതൊന്നും പറഞ്ഞാൽ ആൾ വിശ്വസിക്കൂല, അതുകൊണ്ട് നിങ്ങൾ ഇത് ഒന്ന് രേഖപ്പെടുത്തി വെക്കണം. അന്ന് മുതൽ ഓരോ ദിവസം മരണപ്പെട്ട ആളെ രാത്രി പോയിട്ട് എഴുതി വെക്കും. സേവനം തന്നെയാണ് മൂപ്പർ. ഒരു പൈസ പോലും 5 പൈസ ആരോടും വാങ്ങാത്ത ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് മൊയ്തുക്ക. 7200ഓളം പേരുടെ മുഖം കണ്ട് മടുത്തു. മുഖം കണ്ടിട്ട് എത്രയോ പ്രയാസങ്ങളുണ്ട്. ഇപ്പോഴും ജീവിതത്തിൽ പണത്തോട് വലിയ ആഗ്രഹമില്ല. ഒരുപാട് പണം ഇവിടെ വെച്ച് നീട്ടിയില്ല. മൊയ്തു ആശുപത്രി ജീവനക്കാരനാണെന്നാണ് പലരും കരുതുന്നത്. എന്നാൽ ലാഭേച്ഛ ഏതുമില്ലാതെ ആരെന്നു പോലും അറിയാത്തവരുടെ മരണത്തിന് കാവൽക്കാരനാവുകയാണ് ഈ മനുഷ്യസ്നേഹി ഇവിടെ. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപഴശ്ശിക്കൊപ്പം തുഷാര പ്രമോദ്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.